കേരള ഗ്രോ ബ്രാൻഡ് ഷോപ്പ് അനുവദിച്ചു തന്നതിൽ ആദ്യമായി ഞാൻ ബഹുമാന്യനായ ആദരണീയനായ കൃഷി മന്ത്രിയെയും അതോടൊപ്പം തന്നെ ഡയറക്ടറെയും അതിലെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെയും ഞാൻ ബാങ്കിന് വേണ്ടി നന്ദി പറയുകയാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ സഹകരണ വകുപ്പും കൃഷി ഡിപ്പാർട്ട്മെൻറ്റുമായി വളരെയധികം ബന്ധമുണ്ട്. അറിയാം, നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പ്രാചീന കാലത്ത് നമുക്കറിയാം, നമ്മുടെ തന്നെ ഐക്യനാണയ സംഘങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ നമ്മുടെ കൃഷിയെ പുരോഗതിയിലേക്ക് കൊണ്ടുവരിക, നമ്മുടെ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് സഹപാഠികളും അതിനുശേഷം കോർപ്പറേഷൻ ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. എല്ലാ നല്ല കാര്യങ്ങൾക്കും രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങളോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ശ്രീ KPCC നിർവാഹക സമിതി അംഗമായിട്ടുള്ള ശ്രീ AK ഓഫീസർ, നിങ്ങളുടെ എല്ലാം പേരും ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയാണ്. അതിൽ നമ്മുടെ ഏറെ പ്രിയങ്കരനായ H. ബേസിലാൽ CPM-ൻ്റെ പുതിയ കൊല്ലം ഏരിയ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കോസ്റ്റൽ അർബൻ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു നേരത്തെ. അങ്ങനെ എല്ലാ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ നഗരത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീ H. ബേസിലാണ് നിങ്ങളുടെ എല്ലാം പേരും ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ CPI-യുടെ മണ്ഡല സെക്രട്ടറി അഡ്വക്കേറ്റ് A. രാജീവ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ തേവള്ളി ഡിവിഷനിൽ തന്നെ താമസിക്കുന്ന അദ്ദേഹം നമ്മുടെ ഈ ബാങ്കിൻ്റെ ബഹുമാനപ്പെട്ട കൊല്ലം മേയർ ശ്രീമതി പ്രസന്ന ഏണസ്റ്റ്, ഇവിടെ സ്വാഗതം പറഞ്ഞ മുൻ മേയർ അഡ്വക്കേറ്റ് B. രാജേന്ദ്ര ബാബു, ഡിസ്ട്രിക്ട് കളക്ടർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, രാഷ്ട്രീയ പ്രമുഖരെ, ഉദ്യോഗസ്ഥ പ്രമുഖരെ, കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നാട്ടുകാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതിൻ്റെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നത്. കാരണം ഒരു സർക്കാർ നിലവിൽ വരുമ്പോൾ ഏറ്റവും ഡെലിക്കറ്റായിട്ടുള്ള മലയാളികളുടെ സംസ്കാരവും വികാരവുമായിട്ടൊക്കെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് വകുപ്പ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, കൃഷി വകുപ്പിലേക്കാണ്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ സംസ്കാരവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കാര്യം, ഒരു മേഖല കൃഷി തന്നെയാണ്. ഇത്തരത്തിലുള്ള അതാണ് സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്. ഇതേപോലുള്ള 100% ആത്മവിശ്വാസത്തോടെ ഒരു സംസ്ഥാനത്തെ മന്ത്രി പറയുന്നു, ഇതിനകത്തൊന്നും ചേർന്നിട്ടില്ല, പെർഫെക്റ്റാണ്, ഇതിനകത്ത് ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ തന്നെ വിറ്റഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എത്രമാത്രം ശ്രദ്ധയോടെയും ആവേശത്തോടും കൂടിയാണ് കൃഷി ഉൽപ്പന്നങ്ങൾ, അത് വ്യക്തമായി വിഷലിപ്തമാണെങ്കിൽ, ആ വിശ്വാസമുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പല 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 റോൾ മോഡലുകളാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കേരളം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സംരംഭമാണെന്നും പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം, മലയാളിയുടെ ആരോഗ്യത്തിനെ സംബന്ധിച്ചിടത്തോളം, സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.
വിലക്ക് കിട്ടാൻ പറ്റാവുന്ന പരമാവധി പൈസയൊക്കെ ഉണ്ടാവും. ചില അവസരത്തിൽ വലിയ വിലയൊക്കെ കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു മിനിമം വിലയുണ്ട്, അതിനപ്പുറത്തേക്ക് അത് പോവില്ല. അതേപോലെയാണ് ഓരോ ഉൽപ്പന്നത്തിൻ്റെയും കാര്യത്തിൽ. ആ മിനിമം വിലയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഇച്ചിരി വലിയ വിലയോ കിട്ടിയതുകൊണ്ടൊന്നും ചിലപ്പോൾ ഒരു കർഷകനെ മുമ്പോട്ട് കൊണ്ടുപോകാനും പ്രയാസമാണ്. അപ്പം കൃഷിക്കാരൻ്റെ വരുമാനത്തിൽ വർധനവ് കൂടണമെങ്കിൽ സെക്കൻഡറി അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുക്കണം. ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് പ്രൈമറി അഗ്രികൾച്ചറിനാണ്. പ്രൈമറി അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നു, കാർഷികോൽപ്പന്നത്തിൻ്റെ വിളവെടുക്കുന്നു, അത് വിൽക്കുന്നു, ആ കിട്ടുന്ന പൈസ, അത് മാത്രമാണ് കാലങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന രീതി. അതാണ് പ്രൈമറി അഗ്രികൾച്ചർ, പ്രാഥമിക ഘട്ടം അതാണ്. സെക്കൻഡറി അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പന്നത്തിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുക, അതിൻ്റെ വിപണനം നടത്തുക, ഇതെല്ലാം ഈ സെക്കൻഡറി അഗ്രികൾച്ചറിനകത്ത് വരുന്നതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ കാലങ്ങൾ പ്രമേഹ രോഗത്തിൻ്റെ കാര്യത്തിൽ 1ാം സ്ഥാനം അടിക്കുന്നതിനകത്താണ് ആരാണ് മുമ്പ് ഒരു നേരിയ വ്യത്യാസത്തിന് അവൻ കയറി നിൽക്കുന്നുള്ളതേ ഉള്ളൂ എന്നടുത്താണ് ഞാൻ പറഞ്ഞത്. മിക്കവാറും രോഗങ്ങളുടെ എല്ലാം ക്യാപിറ്റലായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചില ഡോക്ടർമാർ പറഞ്ഞു കേരളം ക്യാൻസറിൻ്റെ ക്യാപിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണോ? ഇതൊക്കെ ഒരു ആശങ്ക നമ്മളെപ്പോലുള്ളതെന്നല്ല ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രമുഖരായ ഡോക്ടർമാരുടെ സംഘം തന്നെയാണ് കേരളം ഒരു ക്യാൻസർ ക്യാപിറ്റലാവുന്നോ എന്നെല്ലാം പറഞ്ഞത്. എത്ര ഭയാനകമായ സ്ഥിതിവിശേഷമാണെന്ന് ആലോചിക്കാം. RCCയിലെ ഡോക്ടർമാരടക്കമുള്ള ഒരു സംഘവുമായിട്ട് ഞങ്ങളൊരു മീറ്റിംഗ് നടത്തി. ഒരു അനൗപചാരികമായ മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിങ്ങിനകത്ത് മിക്കവാറും പ്രമുഖരായ ഡോക്ടർമാരെല്ലാം ഉണ്ടായിരുന്നു. RCCയിൽ നിന്ന്, ശ്രീത്രയിൽ നിന്ന്, മെഡിക്കൽ കോളേജിൽ നിന്ന് ഒക്കെ ഡോക്ടർമാരുണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞു കേട്ടാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അവരെല്ലാം പറയുന്നത്. ഇതിനകത്തൊക്കെ ഒരു പ്രധാനപ്പെട്ട വില്ലനായി നിൽക്കുന്നത് ഭക്ഷണമാണ്. ഭക്ഷണവും അതുമായി ബന്ധപ്പെട്ട ജീവിതശൈലിയുമാണ് 35 മുതൽ 40% വരെ ക്യാൻസറിൻ്റെ കാരണം എന്നുകൂടി അറിയുമ്പോൾ നമ്മൾ എത്രമേൽ ഗൗരവം കാണിക്കേണ്ടതുണ്ട് എന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങളുടെ ആർക്കെങ്കിലും ഭാവി കേൾക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടോ? സാധ്യമായ എല്ലാ സഹായങ്ങളും തുടർന്നും ഉണ്ടാകുമെന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഉപയോഗിച്ച് കർഷകരിലേക്ക് അത് എത്തിക്കാൻ കഴിയുകയും നല്ല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യുള്ളൂ. അതിന്റെ ആദ്യപടി എന്നുള്ള നിലയ്ക്കാണ് സർ പറഞ്ഞതുപോലെയുള്ള ഈ കേരാഗ്രോ 14 ജില്ലയിലും ഓരോ മാർക്കറ്റുകൾ തുടങ്ങിയത്. കൂടാതെ ഈ ടാഗ് കേരാഗ്രോന്റെ ടാഗ് കർഷകന്റെ ഉൽപ്പന്നത്തിന് കിട്ടുന്നതോടുകൂടി വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ സർക്കാർ അംഗീകരിച്ച ഒരു എക്സ്ക്ലൂസീവ് ബ്രാൻഡായിട്ട് അവർ മാറും. ഒരു 900ഓളം ഉൽപ്പന്നങ്ങൾ ഇപ്പൊ നമ്മളുടെ പല കർഷകരുടെ കയ്യിലേക്കായിട്ടുണ്ട്. 1076 കൃഷിഭവനിലൂടെ 3000-ലധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അതിൽ 900ഓളം കേരാഗ്രോന്റെ ബ്രാൻഡ്സ് ലഭ്യമായിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 100-ലധികം ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വിപണിയിൽ നമുക്കിപ്പോൾ ലഭ്യമാണ്. ഒരു ബ്രാൻഡ് ഷോപ്പിന് 10 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ്, ഇതേപോലെയുള്ള പാക്സിന്റെ ബാങ്കുകള്, കൃഷിക്കൂട്ടങ്ങളിൽ വനിതാ സംരംഭക യൂണിറ്റ് ആരംഭിക്കണം. എന്നാൽ 1 കോടി രൂപ ഞങ്ങൾ മാറ്റിവെച്ചേക്കും. ചക്കയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ക്യാൻസറിന് ഏറ്റവും കൂടുതൽ മരുന്നുകൾ ഉപയോഗിക്കുന്നത് ചക്കയിൽ നിന്നും ചക്കക്കുരുവിൽ നിന്നാണ്. നമ്മൾ പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ട്. അതിൽ വടക്കംപുളിയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം. പക്ഷെ ഞങ്ങൾ കുറേ ഞാനിപ്പോൾ ആലോചിക്കുക, ഒരു പ്രാവശ്യം നമ്മുടെ ഈ കൃഷിമന്ത്രിയെ പോയെന്ന് കണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആ വലിയ പ്രോജക്റ്റ് ഇന്ന് ഇവിടെ വിറ്റഴിക്കുന്ന തരത്തിലേക്ക് വരാൻ സാധിക്കുമായിരുന്നു. അത് സാധിച്ചില്ല എന്നുള്ള വലിയൊരു കുറ്റബോധവും വിഷമവും ഈ അവസരത്തിൽ ഞാൻ തുറന്നു പറയുകയാണ്. ഞങ്ങളുടെ കൃഷി ഓഫീസറോടുണ്ട് കുറേ കാര്യങ്ങൾ, മാതൃകാപരമായ കാര്യങ്ങൾ കൃഷി വകുപ്പ് വഴി ചെയ്യുകയാണ്. അപ്പോൾ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിമാനത്തോട് പറയാൻ സാധിക്കുന്നത് 7 പതിറ്റാണ്ട് കാലം കുരിപ്പഴയിൽ കെട്ടിക്കിടന്ന മാലിന്യം അത് ഞങ്ങൾ ബയോ മൈനിങ്ങിലൂടെ നീക്കം ചെയ്തു. ഇന്നിപ്പോൾ ഏതാണ്ട് അവിടെ ഒരു 5.5 ഏക്കർ 1.5 ഏക്കർ സ്ഥലത്ത്